നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി വരാൻ പോകുന്ന ഈ ശിവരാത്രി ഒരു സാധാരണ പുണ്യദിനം മാത്രമല്ല, ചിലരുടെ ജീവിതത്തിൽ വിധി തന്നെ തിരുത്തി എഴുതപ്പെടുന്ന ഒരു നാളാണ്. 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച ഈ ശിവരാത്രി മുതൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ണീരും പരീക്ഷണങ്ങളും അവസാനിച്ച് പുതിയൊരു ജീവിതപഥം തുടങ്ങാൻ പോകുന്ന 5 ഭാഗ്യ നക്ഷത്രക്കാരുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്രക്കാരിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇത് മുന്നറിയിപ്പല്ല, ഇത് മഹാദേവന്റെ ഒരു അനുഗ്രഹ സന്ദേശമാണ്. 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച അന്നേ ദിവസം ഇതിൽ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. അതായത് ഉറപ്പായിട്ടും നടത്തിയിരിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് അന്നേ ദിവസം എത്രയധികം തിരക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിലും ശരി, അതിപ്പോൾ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സോ ഇടപാടുകളോ എന്തുമായിക്കോട്ടെ, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾ ഭഗവാനെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കണം. ഇനി ഒരു പക്ഷേ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഓൾറെഡി താമസിച്ചു ജോലി ചെയ്യുന്നതെങ്കിൽ പോലും നാട്ടിലെ ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭഗവാന് ഒരു പിൻവിളക്ക് നടത്താം. വാസ്തവത്തിൽ ഇതിൽ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഏത് നക്ഷത്രക്കാർക്കും ശിവരാത്രി ദിവസം ക്ഷേത്ര ദർശനം നടത്താനായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കും. ഈ പറഞ്ഞതിന് യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഇതിൽ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർക്ക് അവരുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുടെ ആ ഒരു പ്രാധാന്യം കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം അന്നേ ദിവസം മുടങ്ങുകയാണെങ്കിൽ, അതായത് പോകാൻ സാധിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവരുടെ കൈവശം നിങ്ങളുടെ പേരും നാളും എഴുതി കൊടുത്തുവിട്ട് ഭഗവാന് ഒരു പിൻവിളക്ക് നടത്തിയാൽ മതി. കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ണീരും കഷ്ടപ്പാടുകളും മാത്രം കൂട്ടിനുണ്ടായിരുന്നവരാണ് നിങ്ങളിൽ പലരും. മാത്രവുമല്ല, പലപ്പോഴും നിങ്ങൾ സ്വമേധയെ ആത്മകഥം ചെയ്ത, അതായത് ഭഗവാൻ എന്നെ മാത്രം എന്താണ് ഇങ്ങനെ മാറി മാറി പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിതുമ്പിയ നിമിഷങ്ങൾ വരെ നിങ്ങൾക്കുണ്ടായേക്കാം. ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അത് ഭഗവാന്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു. പറയാൻ കാരണം, നിങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ സ്വയം അതിജീവിച്ച് അതിൽ നിന്നും നിങ്ങൾക്ക് മുന്നേറാനുള്ള ആ ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് ഭഗവാൻ ഉണ്ടാക്കി തരികയായിരുന്നു. അതിനോടൊപ്പം നിങ്ങൾ ഭഗവാനോടുള്ള ക്ഷമയുടെയും ഭക്തിയുടെയും ആഴം അതും ഭഗവാൻ അളക്കുകയായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പരീക്ഷണകാലം ഇപ്പോൾ അവസാനിക്കുന്നു. അതിന്റെ ആ ഒരു സൂചനയാണ് ഈ ശിവരാത്രി നാൾ മുതൽ നിങ്ങൾക്ക് സംജാതമാകുന്നത്. അതുകൊണ്ടാണ് ഈ പുണ്യദിനത്തിൽ രുദ്രാഭിഷേകത്തിനും പിൻവിളക്കിനും ഇത്രയേറെ പ്രാധാന്യം ഇവിടെ കൽപ്പിക്കാൻ കാരണം. രുദ്രാഭിഷേകം നടത്തുമ്പോൾ ഭഗവാന്റെ ജടയിൽ നിന്ന് ആ ഗംഗാപ്രവാഹം എന്ന പോലെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ദുരിതങ്ങൾ അത് കഴുകി മാറ്റപ്പെടുന്നു. പ്രത്യേകിച്ചും ജീവിതത്തിന്റെ മുൻഭാഗത്ത് ഇരുട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ, അതായത് ആ ഒരു സ്ഥിതിയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ ഭഗവാന്റെ പിന്നിലായി നിങ്ങൾ തെളിയിക്കുന്ന പിൻവിളക്ക് നിങ്ങളുടെ വരും ദിവസങ്ങൾ പ്രകാശപൂർണമാക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. മാത്രവുമല്ല, നിങ്ങൾ അനുഭവിച്ച ഓരോ തുള്ളി കണ്ണുനീരും ഭഗവാൻ ഇപ്പോൾ മറുപടി നൽകാൻ പോവുകയാണ്. അതായത് ശത്രുദോഷം, ബാധാദോഷം, ദൃഷ്ടിദോഷം തുടങ്ങിയത് നിങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്ന സർവ്വവിധ കഷ്ടനഷ്ടങ്ങൾക്കും ഭഗവാൻ ഇതോടുകൂടി ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു സംശയവും വേണ്ട. പറയാൻ കാരണം, നിങ്ങൾക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ശത്രു, അവനല്ലെങ്കിൽ അവൾ ഓടുന്ന വഴിയിൽ ഒരു പുല്ലുപോലും ഇനി കിളിർക്കില്ല. ആ രീതിയിലായിരിക്കും ശത്രുദോഷവും ഈ പറഞ്ഞ സർവ്വദോഷങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശിവരാത്രി നാളുകളിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിവതും രുദ്രാഭിഷേകമോ അല്ലെങ്കിൽ ഭഗവാന് പിൻവിളക്കോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണോ അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ കുറിച്ചു വെക്കണം. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് കടന്നു പോകാം. നക്ഷത്രഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഇനി പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർക്ക് ഇത് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ശിവരാത്രിയാണ്. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതുയുഗ പിറവിയാണ് എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ല. കാരണം നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അതിന്റെ പൂർണ്ണമായ അമൃതദൃഷ്ടിയാൽ നിങ്ങളെ കടാക്ഷിക്കുന്നു, അല്ലെങ്കിൽ കടാക്ഷിക്കാൻ പോകുന്നു ഒരു അവസ്ഥയായിരിക്കും ഇനി സംജാതമാകുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ രാഹുവിന്റെ ദോഷഫലങ്ങൾ മാറി അത് അപ്രതീക്ഷിതമായി ഭാഗ്യങ്ങളായി കൺവേർട്ട് ആവുകയാണ്. ഒപ്പം ശുക്രന്റെ സാന്നിധ്യം കൂടി ഇതിനോടൊപ്പം ചേരുന്നത് കൊണ്ട് സമ്പത്തും സമാധാനവും സന്തോഷവും ഇവ മൂന്നും കൂടി ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. 5 ഭാഗ്യ നക്ഷത്രങ്ങളിൽ ആദ്യമായി വരുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രം. കാലങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി കടബാധ്യതകളാലും അതുപോലെ തന്നെ കുടുംബകലഹങ്ങളാലും തളർന്നു പോയവരാണ് നിങ്ങൾ. എന്നാലും വ്യാഴം നിങ്ങളുടെ രാശിയിൽ കരുത്തുറ്റ ദൃഷ്ടി ഇന്ന് പതിപ്പിക്കാൻ പോകുന്നതോടുകൂടി സാമ്പത്തികമായ ഒട്ടുമിക്ക തടസ്സങ്ങൾ എല്ലാം നിങ്ങളിൽ നിന്നും നീങ്ങിപ്പോകും. ഭഗവാൻ നിങ്ങളുടെ കൈപിടിച്ച് ഉയർത്തുന്ന സമയമാണ് ഇപ്പോൾ ഈ ശിവരാത്രി മുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പറയാൻ കാരണം പുതിയ വരുമാന സ്രോതസ്സുകൾക്ക് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇനി അടുത്തത് മകം നക്ഷത്രം. രാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവരാണ് ഈ മകം നക്ഷത്രക്കാർ. ജോലിയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ അതുപോലെ തന്നെ അപമാനങ്ങളും ഇതോടുകൂടി അവർക്ക് അവസാനിക്കാൻ പോവുകയാണ്. പറയാൻ കാരണം രാഹു ഇപ്പോൾ നിങ്ങൾക്ക് അധികാരവും അതുപോലെ തന്നെ പുതിയ അവസരങ്ങളും നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ശിവരാത്രി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ സമയം വ്യക്തമായി തെളിഞ്ഞിരിക്കും. മാത്രവുമല്ല സമൂഹത്തിൽ വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് മകം നക്ഷത്രക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. പ്രണയത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യത്തിലോ വലിയ വിള്ളലുകൾ അനുഭവിച്ച ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് ശുക്രന്റെ അനുഗ്രഹം ഈ ശിവരാത്രി നാൾ മുതൽ അങ്ങോട്ട് ലഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും തിരികെ വന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ തന്നെ ഒരു വീട് അല്ലെങ്കിൽ ഒരു വാഹനം എന്ന നിങ്ങളുടെ ആ ഒരു സ്വപ്നം ഇതോടുകൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കാരണം അത് മഹാദേവൻ നിങ്ങൾക്ക് നടത്തി തന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയും വിലപ്പെട്ട ഫലപ്രവചനങ്ങളാണ് ചിത്തിര നക്ഷത്രങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രത്യേകം. ഇനി അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രം. ഭാഗ്യദേവത നിങ്ങളെ കൈവിട്ടു എന്ന് നിങ്ങൾ കരുതിയിരുന്ന ആ ഒരിടത്ത് നിന്ന് വ്യാഴം നിങ്ങളെ തിരികെ കൊണ്ടുവരും. പറയാൻ കാരണം കഠിനമായി പരിശ്രമിച്ചിട്ടും അതും എത്രയധികം കഠിനമായി കഷ്ടപ്പെട്ടിട്ടും അതിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഫലം ലഭിക്കാത്ത ആ ഒരു അവസ്ഥയ്ക്ക് ഇനി മുതൽ മാറ്റം വരും. വിദേശയാത്രക്കോ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾക്കോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം, അതായത് ഈ ശിവരാത്രി മുതൽ അങ്ങോട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് അനിഴം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അടുത്തത് അവസാനമായിട്ടുള്ള നക്ഷത്രം രേവതി നക്ഷത്രം. മാനസികമായി ഏറെ തകർന്നു പോയ ഒരു കാലഘട്ടമായിരുന്നു നിങ്ങളുടേത്. അതായത് കഴിഞ്ഞ മാസങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടോ ഇങ്ങനെയായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വ്യാഴവും ശുക്രനും ഒരുപോലെ നിങ്ങൾക്ക് അനുകൂലമായതോടുകൂടി, അതായത് ഈ ശിവരാത്രി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതോടുകൂടി നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ ഒരു ഉന്മേഷം, അതായത് നിങ്ങൾക്ക് കളഞ്ഞുപോയ ആ ഒരു പഴയ ഉന്മേഷം അത് നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരുന്നതായിരിക്കും. അതോടുകൂടി അസുഖങ്ങൾ ഭേദമാകും. മുടങ്ങിക്കിടക്കുന്ന മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അതിവേഗം നടക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത്രയും വിലപ്പെട്ട വിവരങ്ങളാണ് നിങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.